മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ സൂപ്പർ സ്റ്റാർ ആവുന്നതിന് മുമ്പ് മലയാളത്തിൽ സൂപ്പർ സ്റ്റാറായിരുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശങ്കർ. ചുരുക്കി പറഞ്ഞാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് ശങ്കറിന്റെ കാലഘട്ടം എന്ന് വേണ്ടി പറയാം. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങുന്ന നടനായിട്ട് ശങ്കർ മാറി എന്നുള്ളതാണ് സത്യം. പക്ഷെ ശങ്കർ എന്ന ഈ ഒരു നടന്റെ പവർ അത് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയില്ല. ശങ്കർ അഭിനയിച്ച ഒരു തലൈ രാഗം എന്ന് പറയുന്ന തമിഴ് സിനിമ ഏകദേശം ഒരു വർഷക്കാലത്തോളാണ് തമിഴ്നാട്ടിൽ മാത്രം ഓടിയത് എന്ന് പറയുമ്പോൾ ഇപ്പം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശരിക്കും ഇത്രയധികം ടോപ്പ് നോച്ചിലുണ്ടായ ഒരു നടൻ ഒറ്റയടിക്കാന്ന് താഴോട്ടേക്ക് കൂപ്പുത്തിയത്. ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് പൊതുവെ നല്ല രീതിയിൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു മേഖലയാണ്. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റൂലൂ എന്നുള്ളതാണ് സത്യം. പദവികൾക്ക് വേണ്ടി മാത്രം മത്സരിക്കുന്ന ആ ഒരു ചുറ്റുപാടിൽ പുറകുന്ന് കുത്താനും കുറെ ആൾക്കാരുണ്ടാവും എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഇവിടെ നടൻ മുകേഷ് ശങ്കറിന്റെ വീട്ടിൽ നടന്ന ചില ഇൻകം ടാക്സ് റെയ്ഡുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു ഇൻകം ടാക്സിന്റെ റെയ്ഡ് എന്നെല്ലാം പറയുമ്പോൾ ചിലപ്പോൾ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. അക്കണക്കിന് ജസ്റ്റ് 1.5 മിനിറ്റ് കൊണ്ട് ശങ്കറിന്റെ വീട്ടിലത്തെ റെയ്ഡ് അവസാനിച്ചു എന്ന് പറയുമ്പോൾ അതിലൂടെ തന്നെ മനസ്സിലാക്കാം ശങ്കറിന്റെ സിംപ്ലിസിറ്റി എത്രത്തോളം ഉണ്ട്.